അപ്പോൾ നമ്മൾ സെക്ഷുവാലിറ്റിയെ പറ്റിയൊക്കെ കുറേ സംസാരിച്ചു. പിന്നെ എല്ലാ വീടുകളിലും കേൾക്കുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുഞ്ഞിക്കാലെ കാണണ്ടേന്നുള്ളത്. അപ്പോൾ സെക്ഷുവാലിറ്റി നന്നായാൽ ഫെർട്ടിലിറ്റിയും ഇമ്പ്രൂവ് ആവും. കുട്ടികളുണ്ടാവാൻ സെക്ഷുവാലിറ്റി നന്നായാൽ കുട്ടികളുണ്ടാവുന്ന ഉറപ്പാണ്. യെസ്, എവല്യൂഷണറി സാധനമാണ്. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഹോൾ സാധനം ഉണ്ടായത്. അപ്പോൾ സെക്ഷുവാലിറ്റി നന്നായാൽ റീപ്രൊഡക്ഷൻ നന്നാവും, ഒരു സംശയമില്ല. ഫെർട്ടിലിറ്റിയും കൂടും. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയാണ്? ആണുങ്ങൾക്ക് എന്താണ് റീസൺ, പെണ്ണുങ്ങൾക്ക് എന്താണ് റീസൺ? അത് എങ്ങനെ നമുക്ക് മറികടക്കാം? ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മൾ വന്ധ്യത എന്ന് പറയുന്ന പ്രശ്നം ഇപ്പോൾ നമ്മൾ എടുത്ത 1 in 6 കപ്പിൾ റഫ്ലി ആ ഒരു ഇതുണ്ട്. അപ്പോൾ അത്യാവശ്യം കോമൺ ആണ്. പിന്നെ കാരണങ്ങൾ ചോദിച്ചാൽ പുരുഷന്മാരുടെ കാരണങ്ങളും സ്ത്രീകളുടെ കാരണങ്ങളുണ്ട്. അപ്പോൾ പുരുഷന്മാരിൽ സാധാരണ പുരുഷന്മാർക്ക് കാരണം ഉണ്ടാവോ? പിന്നെ ഐ മീൻ അങ്ങനെ അല്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറച്ച് മാസം മുമ്പ് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന പേഷ്യൻ്റ്. ആൾ പല ആശുപത്രിയിൽ പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന്. ആൾ എവിടെ ചെന്നാലും ആളുടെ സ്പേമിൽ 0 കൗണ്ടാണ്, സ്പേം ഇല്ല. ആളുടെ അമ്മയുണ്ട് കേട്ടോ കൂടെ. എന്നിട്ട് ഇവർ ബ്ലെയിം ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ. ഈ പെൺകുട്ടിക്ക് ചെക്കപ്പ് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല, അവർക്ക് ഓവുലേഷൻ ഉണ്ട്, ഇയാൾക്ക് 0 സ്പേമാണ്. എന്നിട്ട് ഇയാളും ഇയാളുടെ മദറും പറയണത് ഈ പെൺകുട്ടിക്ക് ആ പ്രോബ്ലം. എന്നിട്ട് ഈ അമ്മായിമ്മ ഭയങ്കര ഹെറാസ്മെൻറ്റ് ഈ പെൺകുട്ടീനെ. എന്നിട്ട് ഈ പെൺകുട്ടീനെ നമ്മളിവിടെ ചെക്കപ്പിന് വന്നപ്പോൾ അവർ പറഞ്ഞു ദയവ് ഇത് എന്തെങ്കിലും ഒന്ന് ഇത് ചെയ്യോ, ഒന്ന് രക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ നമുക്ക് ഐ മീൻ ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രോബ്ലം ആണെങ്കിലും പലപ്പോഴും അത് ബ്രാൻഡ് ചെയ്യുന്ന സ്ത്രീനായിരിക്കും. ഇത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ നാട്ടിലെ സ്ഥിതി അത്ര മോശമല്ല. നമ്മളൊരിക്കും നമ്മളൊക്കെ ഇതാണെങ്കിലും ഇവിടെയും കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയും കാണാറുണ്ട്. പുരുഷന്മാരുടെ പ്രശ്നം കൊണ്ടുണ്ടാവാം, സ്ത്രീയുടെ പ്രശ്നം കൊണ്ടുണ്ടാവാം. പുരുഷന്മാർക്ക് യൂഷ്വലി കൗണ്ട് ബീജം കുറവാണെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൗണ്ട് ഉണ്ടാവും എല്ലാം ഡെഡായിരിക്കും, നെക്രോസ്പേമിയ ആയിരിക്കും. അല്ലെങ്കിൽ കൗണ്ട് ഉണ്ട് അത് മൂവ് ഉണ്ടാവില്ല, മോട്ടിലിറ്റി കുറവ്. പിന്നെ ഇതിനിങ്ങനെ ഹെഡ് ബോഡി ടെയിൽ ഒരു ഷേപ്പിലാണ് സ്പേം ഇരിക്കുന്നത്. ഇത് സ്വിം ചെയ്തിട്ടാണ് ആ ട്യൂബിലെത്തിയിട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ എത്താൻ പറ്റില്ലല്ലോ ഒബ്വിയസ്ലി. പിന്നെ ഇതിൻ്റെ ഷേപ്പ്, അപ്പോൾ ഈ ഹെഡ് ബോഡി ടെയിൽ എന്നുള്ളത് ചിലപ്പോൾ ബിഗ് ഹെഡ്, ഐ മീൻ ചില ആളുകൾക്കുള്ള ബിഗ് ഹെഡ്, അല്ലെങ്കിൽ പരന്ന ബോഡി, അല്ലെങ്കിൽ കേർവ് ടെയിൽ, അല്ലെങ്കിൽ ഡബിൾ ടെയിൽ, അങ്ങനത്തെ അബ്നോർമൽ ഷേപ്പ് ഉള്ളതിന് നമ്മൾ ടെററ്റോസ്പേമിയ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടാവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സെക്ഷുവൽ ഫങ്ഷന് പ്രശ്നം ഉണ്ടാവാം, ഇല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് കൊണ്ട് മെയിൽ ഫാക്ടർ ആവാം. സ്ത്രീകളുടെ അടുത്താൽ നമുക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത്, എഗ്ഗ് വേണമല്ലോ. അപ്പോൾ എഗ്ഗ് കറക്റ്റായിട്ട് വിരിയാത്തത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവറി നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ കോമണുമാണ്. അതിൽ നമ്മൾ ഓവുലേഷൻ്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ ചില PCO ഉള്ളവർ വേഗം പ്രഗ്നൻ്റ് ആവും, ഒരു ഇതുമില്ലാതെ. എന്നുവെച്ചാൽ അവരെല്ലാവരും വന്ധ്യത ഉള്ളവരല്ല, പക്ഷെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താ പറയുക, ഇൻഫെർട്ടിലിറ്റി ഒരു സബ് ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ചില സ്ത്രീകൾക്ക് നമ്മളിപ്പോൾ ഈ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കണേ. അപ്പോൾ ട്യൂബ് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ എഗ്ഗ് സ്പേം മീറ്റ് ചെയ്യില്ല, അപ്പോൾ ട്യൂബിൽ ബ്ലോക്ക് കൊണ്ടുണ്ടാവാം. പിന്നെ വേറെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ എൻഡോമെട്രിയോസിസ്, പിന്നെ ഫൈബ്രോയിഡ്സ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ചില സമയത്ത് ഈവൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് വന്നാലും ബ്ലോക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സാധാരണ ഇതാണ്. പിന്നെ വേറൊരു സാധനം സെക്ഷൽ പ്രശ്നം, സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്. അതാണ് ഏറ്റവും വലിയ തമാശ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പല പ്രാവശ്യം പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. 10-20 വർഷം കഴിഞ്ഞിട്ട് അവരിങ്ങനെ IVF-നും ഈവൻ ഡോണറിനും സെറസിക്കൊക്കെ വരുമ്പം ഈ അവർ ഇതുവരെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടാവില്ല. ഇവർക്ക് പെയിൻ ആയിരിക്കാം, പേടിയായിരിക്കാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണം ഇവർ ബന്ധപ്പെടുന്നതിന് പകരം ഇവർ വെറുതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ സെക്ഷൽ ഡിസ്ഫങ്ഷൻ കറക്റ്റ് ചെയ്താൽ ഇവർ പ്രഗ്നൻ്റ് ആവും. ഈ വലിയ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെ അത് ഒരുപാട് വർഷമായി കഴിയുമ്പോൾ അവരുടെ എഗ്ഗ് തീർന്നുകൊണ്ടോ നമ്മുടെ അടുത്ത് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം വേണം ഐഡിയലി മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷൽ ഇപ്പോൾ വാജിനിസ്മസ്, പെയിൻഫുൾ ആയിട്ടുള്ള ബന്ധപ്പെടുന്ന കണ്ടീഷന് വാജിനിസ്മസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല, കുറവാണ്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഇതിൻ്റെ ഫെൻഡൻസും ബോട്ടോക്സും തുടങ്ങിയിട്ട് കുറച്ച് വർഷമായുള്ളൂ, 5 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പ് ഇവിടെ ഇല്ല, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇന്ത്യയിൽ തന്നെ വിരലിലെണ്ണാവുന്നവർ ആരും ചെയ്യുന്നില്ല ഈ ട്രീറ്റ്മെൻറ്റ്.
അപ്പോൾ ആക്സസ് ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർ പറയും നിങ്ങൾ നോക്ക്, ഡയലേറ്റർ ഉപയോഗിക്കുക, കുഴപ്പമില്ല, അതാണ് ശരിയായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രോപ്പർ ആക്സസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ആക്ച്വലി ട്രീറ്റബിൾ ആണ്. പിന്നെ ചിലപ്പോൾ ഫിസിക്കലായിരിക്കില്ല, സൈക്കോളജിക്കലായിരിക്കും. അപ്പോൾ അവർക്ക് സെക്സ് തെറാപ്പി, സെക്സ് കൗൺസിലിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ശരിയാവണേ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ സെക്ഷൽ ഡിസയർ എഫക്റ്റ് ആവും? അതുകൊണ്ട്, അതായത് സെക്ഷൽ പ്രശ്നങ്ങൾ ശരിയാവാത്തത് കൊണ്ട്, സെക്സ് ശരിയാവാത്തതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുമെന്ന് മനസ്സിലായി. തിരിച്ചും, അതായത് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് വർഷം ട്രൈ ചെയ്ത് കഴിയുമ്പം അവർക്ക് ഒരു സ്ട്രെസ് ഫാക്ടർ വരും. പിന്നെ അവർ സമയം നോക്കി ചെയ്യാൻ തുടങ്ങും. അല്ലായത് ഓക്കെ ഇത് ഓവുലേഷൻ്റെ സമയമാണ്, ഇപ്പോൾ ചെയ്യണം. പലപ്പോഴും നമ്മൾ കാലണ്ടറൈസ്ഡ് ഇപ്പം ഈവൻ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വന്നാലും നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കും ഓവുലേഷന്. സ്കാനിങ്ങിന് വരുമ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്തിട്ട് സ്കാനിങ്ങിൽ എഗ് ആയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് നാളെ നമ്മൾ ചെയ്യുന്ന ടൈംഡ് ഇൻ്റർകോഴ്സ് പറയണം. അപ്പം നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്ന ദിവസം ചെയ്യുന്ന പറയുമ്പോൾ ഇവർക്കൊരു പ്രഷറിൻ്റെ എലമെൻറ്റും ഒന്നും അതിനകത്ത്. അതൊട്ടും നല്ലതല്ല. സെക്ഷുവാലിറ്റി ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളതിനകത്ത് ഫോഴ്സ് നേരത്തെ ഡിസ്കസ് ചെയ്ത സ്ട്രെസ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പോൾ അവർ ചെയ്യണം എന്ന് പറയുമ്പം ആണുങ്ങൾക്ക് ഈ സംഭവം ചെയ്യണം എന്ന് പറഞ്ഞാൽ സംഭവം നടക്കില്ല, വരില്ല. ഉറക്കം പോലെയാണ്. നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ്? ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കം വരില്ല. ഇത് അതുപോലെ തന്നെ ഒരു ഫങ്ഷനാണ്. നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്താൽ അത് വരില്ല, അല്ലെങ്കിൽ എളുപ്പം വരും. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കൂടിയിട്ടുള്ള പ്രോബ്ലംസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും ഒരു മെക്കാനിക്കൽ ആക്റ്റ് ആവും. അപ്പോൾ അവർക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി കൊണ്ട് കപ്പിൾസിന് എന്തെങ്കിലും ഇമോഷണൽ എഫക്ട്സ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവും. കാരണം സോഷ്യൽ പ്രഷർ ഭയങ്കര ഹ്യൂജാണ്. വീട്ടുകാരും നാട്ടുകാരും ആണല്ലോ ഇവിടെ തീരുമാനിക്കുന്നത് ആരെപ്പോൾ കല്യാണം കഴിക്കണം, ആർക്കെപ്പോൾ കുട്ടി വേണമെന്നൊക്കെ. അങ്ങനെയാണ്. ഭാഗ്യത്തിന് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് ഗുഡ്. പക്ഷേ ട്രെമൻഡസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ട്രെമൻഡസ്. ഞാൻ കാണുന്ന പല പേഷ്യൻറ്റും വളരെ എഡ്യൂക്കേറ്റഡ് ഫാമിലീസ്, വളരെ എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടേഴ്സിനെ കാണാറുണ്ട്. എല്ലാവരും തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഈ കാര്യം വന്നു കഴിയുമ്പം പ്രഷർ ആയില്ലേ. എന്നിട്ട് എന്താ, ഇവരൊക്കെ നാട് വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. ഇറ്റ്സ് ദാറ്റ് ബാഡ്. മിക്കവരും ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നേ. ഇത് നാട്ടുകാരുടെ ഇൻലോസിൻ്റെ വീട്ടുകാരുടെ അതൊരു കളിയാക്കുന്ന രീതിയിലായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി. പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അത്രയും പ്രശ്നം ഇല്ല എന്ന് പറയാം. പക്ഷെ അവർ കുട്ടീനെ എടുക്കാൻ നോക്കിയാൽ കൊടുക്കില്ല, മനസ്സിലായി. അങ്ങനെയൊക്കെ അവരിങ്ങനെ ബിഹേവ് ചെയ്യും. അത് എൻ്റെ അടുത്ത് പല പേഷ്യൻ്റ് വന്ന് ഇപ്പോഴും കരഞ്ഞ് പറയുന്ന ഒരു സാധനമാണ്. അവർക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും എടുത്താൽ അത് ഈ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? പോസിറ്റീവോ ഓർ നെഗറ്റീവോ ആയിട്ട്? രണ്ട് രീതിയിലും ബാധിക്കും. ഒന്നിപ്പം നമുക്ക് വരുമ്പോൾ നമ്മൾ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കും, അത് ഹെൽപ്ഫുള്ളാണ്, ഇച്ചിരി പോസിറ്റീവാണ്. നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. കാരണം ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും മാസങ്ങളും വർഷങ്ങളും നീണ്ടു പോകുന്ന സാധനമാണ്. ആദ്യം നമ്മൾ മരുന്ന് തുടങ്ങും, ഇഞ്ചക്ഷൻ തുടങ്ങും, ഇങ്ങനെ. അപ്പോൾ അവർക്ക് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ പ്രതീക്ഷയാണ് ഓരോ മാസം ഇപ്പാവും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ കൊടുക്കാൻ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണേ. വേറൊന്നെന്ന് വെച്ചാൽ അവരുടെ ജോബ് ഇൻട്രപ്ഷൻ വരും. ഈ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ അവർ കുറേ വെയിറ്റിംഗ് വരും, പ്രൊസീജിയർ വരും. പിന്നെ ഫൈനാൻഷ്യൽ പ്രഷർ, ഇതിനകത്ത് കുറേ ഫൈനാൻസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു ആവറേജ് സാധാരണ ജോലി കിട്ടുന്ന മീൻസ് ആവറേജ് സാലറി കിട്ടുന്ന ജോലിക്കാർക്ക് ഇതെപ്പോഴും ഒരു പ്രഷറായിരിക്കും. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം ഇതിനകത്ത് ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ലാബ് ടെസ്റ്റുകളെല്ലാം എക്സ്പെൻസീവാണ്, ഇതിൻ്റെ മരുന്ന് ഇഞ്ചക്ഷനും എക്സ്പെൻസീവാണ്, ഇതിനകത്ത് സ്കാൻ ഇൻവോൾവ് ആണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് ചെയ്യും, IUI ചെയ്യും, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ ഇതെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ IVF തന്നെ എടുത്തു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൻ്റെ തന്നെ എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. നമ്മുടെ ശരീരത്തിന് പുറത്ത് വെച്ചിട്ടാണ് ഒരു ജീവൻ ഉണ്ടാക്കുന്നത്. സോ യു ഹാവ് ടു ക്രിയേറ്റ് ദ എക്സാക്ട് സെയിം അറ്റ്മോസ്ഫിയർ ഇൻസൈഡ് ലൈക്ക് യുവർ ബോഡി. അപ്പോൾ പിന്നെ അത് എക്സ്പെൻസീവ് ആവും. അപ്പോൾ നമുക്ക് ഒരു നിവൃത്തിയില്ല. എക്സ്പെൻസീവ് ആവുമെന്ന് മാത്രമല്ല, ഒന്നും 100% ഉറപ്പുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. പലപ്പോഴും നമുക്ക് ഫാൾസായിട്ട് ഹോപ്പ് കൊടുക്കാം, ഇപ്പം ശരിയാവുമെന്നൊക്കെ പറയാം. പക്ഷേ ഫാൾസ് ഹോപ്പ് കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാവരും പ്രഗ്നൻ്റ് ആവില്ല, ചിലവർ കുറേ സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ്സ് നന്നായിട്ട് അവരെ എഫക്റ്റ് ചെയ്യും ആക്ച്വലി. അപ്പോൾ ഏത് കണ്ടീഷൻ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിലാണ് ഈ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നത്? അതായത്
എപ്പോഴാണ് IUI ചെയ്യണേ, എപ്പോഴാണ് IVF ചെയ്യണേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് പ്രോബ്ലം എന്നനുസരിച്ചാണ്, ഇവർക്ക് എത്ര വയസ്സായി, എത്ര വർഷമായി ഇവർ ട്രൈ ചെയ്യണമെന്നനുസരിച്ച്. ഫോർ എക്സാമ്പിൾ നമുക്ക് 40 വയസ്സിൽ ഒരു കപ്പിൾ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. ഇപ്പോൾ യങ് 25 വയസ്സിലൊരു പേഷ്യൻ്റ് വന്നു, കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയറോ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഇതായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ എല്ലാവർക്കും സെയിം അല്ല, ടൈലർ മെയ്ഡാണ് ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച്. യൂഷ്വലി ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്നാണ്, അതായത് സ്റ്റെപ്പ് നമ്മൾ കയറി പോകണമല്ല. അപ്പോൾ ആദ്യം ഏറ്റവും കുറഞ്ഞത് കൊടുക്കും, നമ്മളെല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്യും, ബീജ ടെസ്റ്റ് ചെയ്യും, നോർമലാണോ നോക്കും, സ്കാൻ ചെയ്ത് നോക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, ഹോർമോണൊക്കെ ടെസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ ഗുളിക കൊടുക്കും ഓവുലേഷൻ വരാൻ, ചിലപ്പോൾ അതുകൊണ്ടാവാതെ. പിന്നെ സ്കാൻ ചെയ്ത് നടക്കുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തും. എന്നിട്ട് ശരിയാണെന്ന് ട്യൂബ് ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ശരിയാവുന്നില്ല, കുറച്ച് മാസം നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കീ ഹോൾ സർജറി ലാപ്രോസ്കോപ്പി ചെയ്ത് ഡയഗ്നോസ്റ്റിക് അതിനകത്ത് എന്തെങ്കിലും ട്യൂബ് ബ്ലോക്കോ സിസ്റ്റോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ട്യൂബ് ക്ലീൻ ചെയ്യും, യൂട്രസ് ക്ലീൻ ചെയ്യും. അതിൽ മിക്ക ഒരു 60% ആൾക്കാർ പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറിപ്പോൾ ഇത്രയും ചെയ്തിട്ടാവുന്നില്ല, 5-6 മാസം IUI ചെയ്തിട്ടാവുന്നില്ല, ലാപ്പ് ചെയ്തിട്ടാവുന്നില്ല, എന്ത് ചെയ്തിട്ടും ആവുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് IVF അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൽ പോവാം. അപ്പം നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ, ആദ്യമേ തന്നെ എത്തിയെന്ന് വരില്ല, ചിലപ്പോൾ കുറേ വർഷം കഴിഞ്ഞായിരിക്കും എത്തുന്നത്. ഇതൊരു ചെറിയൊരു ശീലം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഒരു ഹോസ്പിറ്റലിൽ 6 months പോകും അല്ലെങ്കിൽ 1 year പോകും, അവിടെ ശരിയായില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകും. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഒരേ ട്രീറ്റ്മെൻറ്റ് റെപ്പിറ്റേഷൻ നടന്ന് നമ്മുടെ അടുത്ത് യൂഷ്വലി എത്തുമ്പോൾ 10-15 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, ഇവരുടെ എഗ്ഗൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പലപ്പോഴും IVF ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടി വരും നിങ്ങൾക്ക് എഗ്ഗ് നമ്പർ കുറവാണ്, ക്വാളിറ്റി കുറവാണെന്ന്. കാരണം നമുക്ക് ഇത് രണ്ടും എടുത്ത് യോജിപ്പിക്കാനേ പറ്റുള്ളൂ, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എഗ്ഗ് പേഷ്യൻറ്റിൻ്റെയാണ്, ഡോക്ടറിൻ്റെ അല്ല, ഡോക്ടറിൻ്റെ ചികിത്സ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ എല്ലാ പേഷ്യൻറ്റും വന്ന് ചോദിക്കും നിങ്ങളുടെ സക്സസ് റേറ്റ് എത്രയാണെന്ന് പറയും. അപ്പം ഞാൻ പറയും എൻ്റെ സക്സസ് 100%, എനിക്ക് 2 പിള്ളേരുണ്ട്. അതായത് സക്സസ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ 10 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 10 പേർക്ക് സെയിം ആണെങ്കിൽ റിസൾട്ട് 10 പേർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ എഗ്ഗ് നല്ലതാണ്, യൂട്രസ് നല്ലതാണെങ്കിൽ നമ്മൾ IVF ചെയ്ത് നല്ല എംബ്രിയോ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവും. അത് മോശമാണെങ്കിൽ ഞങ്ങൾ തല കുത്തി നിന്നാലും അതിന് മാറ്റാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് പേഷ്യൻ്റ് ഡിപ്പെൻഡൻറ്റ്, മോസ്റ്റ്ലി പേഷ്യൻ്റ് ഡിപ്പെൻഡൻറ്റ്. കാരണം നമ്മൾ പ്രൊസീജിയേഴ്സ് മിക്ക സ്ഥലത്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നല്ല എഗ്ഗ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എഗ് ഡോണർ അല്ലെങ്കിൽ എഗ് ഡൊണേഷൻ കേട്ടിട്ടുണ്ടോ? എഗ് ദാതാവ് എന്ന് പറയും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ IVF ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് എഗ് എടുത്തിട്ട് അത് വെച്ച് ചെയ്താൽ ചിലപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആവും. പക്ഷെ പലപ്പോഴും പലരും അതിന് വില്ലിങ് ആയിരിക്കില്ല. ഒബ്വിയസ്ലി മനസ്സിലാക്കാം, കുട്ടികൾ വേണമെങ്കിൽ ഓൺ മതി തന്നെ. സോ എൻറ്റയർലി പേഷ്യൻറ്റിൻ്റെ ചോയ്സാണ് ഓൺ വേണോ അല്ലെങ്കിൽ ഡോണർ വേണോ. പലപ്പോഴും എന്താ പറ്റണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് 40s വരുമ്പോൾ നമ്മൾ പറയും ഓൺ ചാൻസ് കുറവാണ്, 10% ഉള്ളൂ, എന്നാലും വേണേൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണേൽ ഡയറക്റ്റ്ലി ഡോണർ എഗിലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അല്ല എന്തായാലും ഓൺ വേണമെന്ന് പറയും, അത് ചെയ്യും. അത് ചെയ്ത് ഫെയിലാകുമ്പോൾ പിന്നെ ഡോണർ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ചിലവായി, പിന്നെ ഇതിൻ്റെ ചിലവായി, ഇത് കഴിഞ്ഞ് മറ്റേതിൻ്റെ ചിലവായി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സായി പോയിക്കൊണ്ടിരിക്കും, ഇവരുടെ കോസ്റ്റ് കൂടും. അപ്പോൾ ആദ്യമേ തന്നെ ഇതിന് 10% ഉള്ളെങ്കിൽ പൈസ അധികം ഇല്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റ്ലി ഡോണറെങ്കിൽ പോയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി പോവുക. ഓൺ ട്രൈ ചെയ്യും, കിട്ടാത്തപ്പോൾ നമ്മൾ ഡോണറൊക്കെ IVF പോവും. എന്നിട്ടും കിട്ടാത്തവർക്ക്, അപ്പോൾ ചിലവർക്ക് യൂട്രസ് ഉണ്ടാവില്ല, ചിലവർക്ക് ക്യാൻസർ ഉണ്ടാവും, ചിലവർക്ക് ഇപ്പം യൂട്രസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസ്, അഡിനോമൈസ്, ഒത്തിരി പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഭ്രൂണം വെച്ചാൽ പിടിക്കില്ല, മൾട്ടിപ്പിൾ പ്രാവശ്യം വെച്ചാലും പിടിക്കില്ല. ചിലപ്പോൾ നല്ല ഭ്രൂണം വെച്ചിട്ടും പിടിക്കാത്ത അൺഹെൽത്തി യൂട്രസ് ആണെങ്കിൽ എന്ത് ചെയ്യും? വേറെ നിവൃത്തിയൊന്നുമില്ല, യൂട്രസ് കടമെടുക്കും. അതാണ് സറഗസി എന്ന് പറയുന്നത്. അപ്പം സറഗറ്റ് മദർ മാത്രം വേറെ ഉള്ളൂ, ഭ്രൂണം നിങ്ങളുടെ തന്നെയായിരിക്കും. അപ്പം ഓൺ കുട്ടി തന്നെയാണ്. പക്ഷേ അതിപ്പോൾ ലീഗലാണോ ഇന്ത്യയിൽ? അത് നല്ല ക്വസ്റ്റ്യനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 2-3 വർഷം മുമ്പ് ഇതിനകത്തൊക്കെ പുതിയ റൂൾസ് വന്നു. അപ്പോൾ അവർ കൊമേഴ്ഷ്യൽ സറഗസി എന്നുള്ള ആസ്പെക്റ്റ് അവർ ബാൻ ചെയ്തു. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സറഗേറ്റ് മദർ ആവാൻ പോകുന്ന മദറിന് നമ്മളൊരു റെന്യൂമറേഷൻ കൊടുക്കും, ഒരു പൈസ കൊടുക്കും. 9 മാസം അവർ ക്യാരി ചെയ്യുന്നതാണ്, അവരുടെ ജോലി ഇതെല്ലാം കളഞ്ഞാൽ ഇതിനു വേണ്ടി നിൽക്കുന്നതാണ്. പലപ്പോഴും അവർ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഒരു റെന്യൂമറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ ലീഗൽ പ്രോബ്ലംസ് വന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ബാൻ ചെയ്തിട്ട്
ഇപ്പോൾ ആൾട്രുയിസ്റ്റിക് സറഗസി അപ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ലീഗലി നമുക്ക് ചെയ്യാം, പക്ഷേ നമുക്കതിന് സ്പെഷ്യലായിട്ട് രജിസ്ട്രേഷൻ വേണം, സറഗസി രജിസ്ട്രേഷൻ വേണം ക്ലിനിക്കിന്, പ്ലസ് ആൾട്രുയിസ്റ്റിക് സറഗസി. അപ്പോൾ പൈസ കൊടുത്തിട്ടുള്ള സറഗസി ഇപ്പം പറ്റില്ല, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ പോസിബിൾ നിയമപരമായിട്ട്. പിന്നെ അവർ റൂൾ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ഇപ്പോൾ അത് ഒത്തിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. പക്ഷേ നമുക്ക് ലോയേഴ്സിനെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ നമ്മൾ DMO ഓഫീസിൽ പോകാനുണ്ട്, ഹൈക്കോർട്ടിൽ നിന്ന് പെർമിഷൻ എടുക്കണം ഡോണറെ കാണാൻ, DMO ഓഫീസിൽ പോകാനുണ്ട്, മജിസ്ട്രേറ്റ് ഓഫീസിൽ പോകാനുണ്ട്. ഈ സറഗേറ്റ് മദറും ബയോളജിക്കൽ കപ്പിൾ ഇത്രയും സ്ഥലത്ത് പോകണം. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ DHS ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് അവിടെ പോകണം. അവിടുത്തെ മീറ്റിങ്ങിൽ ഇവരെല്ലാവരും സമ്മതിച്ച് പെർമിഷൻ തന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ ഹോൾ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം നിയമം വന്നപ്പോൾ ഇത് സറഗസി കുറച്ചും കൂടെ ഇവർക്ക് പേരൻസിന് ഭാരം കൂടി. കാരണം ഇത്രയും സ്ഥലത്ത് പുറകെ നടന്ന് പെർമിഷൻ കിട്ടിയിട്ട് ഈ ഭ്രൂണം വെക്കാൻ തന്നെ പറ്റുള്ളൂ. ഭ്രൂണം വെച്ച് കിട്ടിയില്ലെങ്കിൽ ആ ചെയ്തത് മുഴുവൻ പോയി. 100% സക്സസ് ഒന്നുമില്ല. അപ്പോൾ ഇച്ചിരി കൂടെ ടഫാണ്. പക്ഷേ അതിനകത്തൊരു പ്രോപ്പർ ഫ്രെയിം വർക്ക് വന്നു. ഫ്രെയിം വർക്ക് എന്ന് വന്നതെന്ന് മാത്രമല്ല, സാരഗേറ്റ് മദർ സേഫാണ്. കാരണം അവർക്കിത് ഒരു പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ. അവരുടെ ഹെൽത്ത് സ്ക്രീനിങ് നടക്കും. അവർക്ക് ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ഒക്കെ എടുത്തിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് വന്നു. അപ്പോൾ മറ്റേത് കുറച്ചൊരു ഇപ്പോൾ ഡോണറിലും IVFലും ഈ സറഗസിയിലെല്ലാം നോർത്ത് ഇന്ത്യയിൽ കുറച്ച് പ്രോബ്ലംസ് വന്നു, കുറച്ച് ഡെത്തുകളുണ്ടായി ഡോണേഴ്സിലൊക്കെ. അതുകൊണ്ടാണ് ഈ നിയമം വന്നത്. ഈ എഗ് ഡോണേഴ്സ് പൈസ കൊടുത്തിട്ടാണല്ലോ ചെയ്യണേ. അപ്പോൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഇവർ മാസം മാസം ചെയ്യാൻ തുടങ്ങി. ഇവർ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഭർത്താവ് ഭാര്യനെ എന്ന് വെച്ചാൽ IVF ഇടയ്ക്കൽ 1-2 പ്രാവശ്യം ചെയ്ത് ഓക്കെ, ഇവർക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഹസ്ബൻഡ്സ് ഇവർ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ തുടങ്ങി എല്ലാ മാസം. അല്ലെങ്കിൽ അമ്മായിമ്മമാർ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ തുടങ്ങി റിപ്പീറ്റഡ്. അപ്പോൾ ഒരു ക്ലിനിക്ക് ചെല്ലുമ്പോൾ അവർ എടുക്കൂലല്ലോ. അവർ ഒരു മാസം ഒരു ക്ലിനിക്ക് പോകും, വേറെ മാസം വേറെ ക്ലിനിക്ക് പോകും, വേറെ മാസം വേറെ സ്റ്റേറ്റിൽ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡെത്തുകൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യയിൽ ഇങ്ങനെ റൂൾസ് വന്നത്. ഇപ്പോഴത്തെ റൂൾ ഭയങ്കര സേഫാണ്. റൂൾ അനുസരിച്ച് ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ഇൻഷുറൻസും എടുക്കണം, എല്ലാ പേപ്പേഴ്സും പക്കയായിരിക്കണം, അവർക്ക് ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം പെർഫെക്റ്റാണ്. ഇപ്പോൾ സറഗേറ്റ് മദറിനാണെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അവരുടെ പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ്, ഹസ്ബൻഡ് കൂടെ വരണം, മാരേജ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ വിടുവാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ എ വേ ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് ടു ലീഗൽ പ്രോസസ്. ലീഗൽ ദിവസം പക്കയാണ് ഇപ്പോൾ. അതേപോലെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വെറും മെഡിസിൻസ് മാത്രമായിട്ട് വല്ലതുണ്ടോ? അതായത് ആ ലെവലിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ? ഉണ്ട്. നമുക്കിപ്പോൾ യൂഷ്വലി PCOD ഒക്കെ കോമൺ ആയിട്ട് ഓവുലേഷൻ നടക്കാത്ത സമയത്ത് നമ്മൾ ഓവുലേഷൻ്റെ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവർക്ക് വൈറ്റമിൻ സപ്ലിമെൻറ്റ് കൊടുക്കും, അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് കൊടുക്കും PCOS ഉള്ളവർക്ക്. അങ്ങനെ ഓവുലേഷൻ ഇല്ലാത്തവർക്ക് മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്ത് ഓവുലേഷൻ വരുത്താൻ പറ്റും. മെയിലിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൗണ്ട് കുറവുള്ളവർക്ക് നമുക്ക് ഇതുപോലെ മെഡിസിൻസ് കൊടുക്കാം, അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ട്രൈങ് ടു കമ്പൈൻ ബോത്ത് അലോപ്പതി ആൻഡ് ആയുർവേദ ആൻഡ് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മൾ അലോപ്പതി മെഡിസിൻസ് മാത്രമല്ല കൊടുക്കുന്നത്. പലപ്പോഴും ഈ ആയുർവേദത്തിൽ വസ്തി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിക്കേറ്റഡ് എനിമയാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മളുടെ ഇതിൽ നിന്ന് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ, നമുക്ക് റിസൾട്ടല്ലേ കിട്ടണ്ടേ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും അതും കൂടി ചെയ്യിപ്പിക്കും. അപ്പോൾ വസ്തി ചെയ്യും. ഇപ്പം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല. എല്ലാ UA ചെയ്തു, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു, IVF അവർക്ക് 2 പ്രാവശ്യം ചെയ്തു, ഡോണർ എഗ് ചെയ്തു, എന്ത് ചെയ്തിട്ട് ശരിയായില്ല. അവർക്ക് ഞാൻ മെഡിക്കേറ്റഡ് ഈ എനിമയിലെ വസ്തി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എൻഡോമെട്രിയോസിന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് 6 months കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് IUI ചെയ്തു. വെറുതെ IUI ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടി. 2 കുട്ടികളുണ്ട്. പിള്ളേർ നല്ല, ഇപ്പോൾ 6 വയസ്സായി, നല്ല സ്മാർട്ട് കുട്ടികളുണ്ട്. അപ്പം നമ്മൾ മെഡിക്കൽ ഫ്രെറ്റേണിറ്റിയുടെ പ്രോബ്ലം എന്താണെന്നോ, നമ്മുടെ മാത്രം ശരി, ബാക്കിയുള്ളവരെല്ലാം തെറ്റ്, നിങ്ങൾക്ക് സയൻസ് ഇല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വാർത്ഥരായിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാത്തിൻ്റെ നല്ലതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അലോപ്പതി യൂസ് ചെയ്തതുകൊണ്ട് ലൈക്ക് അതിനകത്ത് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ആക്ച്വലി ഉണ്ട്. ഒത്തിരി പേര് എഗെയിൻസ്റ്റ് ആയുർവേദ പറയുന്നുണ്ട്. അപ്പോൾ ദർ ആർ പ്ലെൻറ്റി ഓഫ് റിസർച്ച് പേപ്പേഴ്സ് ആൻഡ് ഇറ്റ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഇതും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. ഞങ്ങൾക്ക് ആയുർവേദ ഡോക്ടറുണ്ട് ഹോസ്പിറ്റലിൽ, ദേ വിൽ ഡു ദെയർ ട്രീറ്റ്മെൻറ്റ്.
പ്ലസ് ഞങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഒരു സ്ഥലത്തും അത്രയും അവരെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ വണ്ണമുള്ളവരാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ചെയ്യും, PCO ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും, എക്സസൈസ്, ഡയറ്റ്, സ്ട്രെസ് റിഡക്ഷൻ, യോഗയും മെഡിറ്റേഷനൊക്കെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യിപ്പിക്കും. അവരെ ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ച് അവർക്ക് ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്യണം. പക്ഷെ ബോഡി ഹെൽത്തി ആയാലല്ലേ അവർ പ്രഗ്നൻ്റ് ആവുള്ളൂ, അല്ലാതെ കുറേ മരുന്നെല്ലാം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. സോ വെൻ യു ഡൂയിങ് ഇറ്റ് നമ്മൾ നന്നായിട്ട് ചെയ്യണതാണ് നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. മാഡം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് ഏജ് 40 ഒക്കെ ആകുമ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുന്നു. അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ റൈറ്റ് ഏജ് ടു ടു ഡിസൈഡ് ദാറ്റ് ഐ നീഡ് ടു ഗോ ഫോർ ദിസ് ട്രീറ്റ്മെൻറ്റ്? അതിപ്പോൾ യൂഷ്വലി നമ്മളുടെ റെക്കമെൻഡേഷനിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ യു ബീൻ ട്രൈയിങ് ഫോർ എ പ്രഗ്നൻസി ഫോർ 1 year. കാരണം കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞും ഡിസൈഡ് ചെയ്യാമല്ലോ. 1 വർഷം ട്രൈ ചെയ്തിട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് ഡെഫിനിഷൻ ദെൻ യു ഗോ ഫോർ എന്നാണ് റെക്കമെൻഡേഷൻ. ബട്ട് സെയിങ് ദാറ്റ് 25 വയസ്സ് ഒരാൾക്ക് 1 year വെയിറ്റ് ചെയ്യാം. 38ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 42ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചവരാണെങ്കിലോ ദേ ഹാവ് ടു കം ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ടൈം. ഇപ്പം എനിക്ക് പല പേഷ്യൻറ്റും ഓൺഗോയിങ് പ്രഗ്നൻസിയും വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് 45, 48, 49, 50 ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. പീപ്പിൾ ആർ ഡിസൈഡിങ് ടു മാരി ലേറ്റ്. എന്നുവെച്ചാൽ ഒന്ന് മെച്യൂറായി, അല്ലെങ്കിൽ ആളെ കണ്ടുപിടിച്ചില്ല, പറ്റിയില്ല, പിന്നെ സെക്കൻഡ് മാരേജസ്, തേർഡ് മാരേജസ്. ഐ മീൻ സംടൈംസ് ഇറ്റ് വർക്ക്സ് മച്ച് ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ കുറേ കപ്പിൾ വരുന്നുണ്ട്. എനിക്ക് എൽഡർലി കപ്പിൾ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. സോ അവർ ഇത്ര കാലയളവ് വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. യങ് ആണെങ്കിൽ ഫൈൻ, 1 വർഷം 2 വർഷം വെയിറ്റ് ചെയ്യാം, ഫൈൻ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന ഏജ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. ദേ ഹാവ് ഡിസൈഡഡ് ടു ഗെറ്റ് മാരീഡ് ലേറ്റ്. എന്തോ ഒരു സ്റ്റഡി ഉണ്ട്, സ്റ്റാൻലി മോഗൻ്റെ സ്റ്റഡി പറഞ്ഞത് 2030 ആവുമ്പോൾ 45% സ്ത്രീകൾ കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കും, കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കും. അതിനി ഒരു 5 കൊല്ലം കഴിയുമ്പം ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം പുതിയ ജനറേഷൻ ഒത്തിരി പേര് അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് ദേ ആർ ഏബിൾ ടു മേക്ക് എ മെച്യൂർ ഡിസിഷൻ. പക്ഷേ ഈ നോളജ് വേണം. ദാറ്റ് ലൈക്ക് റീപ്രൊഡക്റ്റീവ് ക്ലോക്ക് ഉണ്ട്, അത് ആക്ച്വലി ഉണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ തീരുമാനിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചില സ്ത്രീകൾ വന്നിട്ട് എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കും. സോ ഇഫ് ദേ വോണ്ട് ടു ഹാവ് എ ചൈൽഡ് എടുത്തു വെക്കും. അപ്പോൾ അവർക്ക് നല്ല ക്വാളിറ്റി എഗ്ഗ് ഉണ്ട്. ഇഫ് ദേ ഡിസൈഡ് ടു ഹാവ് എ ചൈൽഡ് ആഫ്റ്റർ 40 പറ്റും. അത് ചെയ്യുന്നതുകൊണ്ട് അത് സൊല്യൂഷനാണ്. IVF ചെയ്ത് എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്യും. ചില ആൾക്കാർ പാർട്ട്ണർ അറിയാമായിരിക്കും ഇന്ന ആൾ, പക്ഷേ ഞങ്ങൾക്ക് ആഫ്റ്റർ 10 years മതി. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രിയോ ഉണ്ടാക്കി ഫ്രീസ് ചെയ്യും. പാർട്ട്ണർ ഇല്ലാത്തവർ എഗ്ഗ് മാത്രം ഫ്രീസ് ചെയ്യും. ഓൾറെഡി പാർട്ട്ണർ ഉള്ളവർ, അല്ലെങ്കിൽ ചില ലേഡീസ് ഡിസൈഡ് ചെയ്യും എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്കൊരു ഡോണർ സ്പേം വെച്ചിട്ട് എംബ്രിയോ മതി. സ്പേം ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാവും ഏജ് വെച്ചിട്ട്. എന്നുവെച്ചാൽ വൈ ഡു ദേ സ്റ്റോർ ആൻ എംബ്രിയോ ആൻഡ് നോട്ട് എംബ്രിയോന് സ്റ്റോർ ചെയ്യേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ലോസ് ഉണ്ടാവും. നമ്മൾ 10 എഗ്ഗ് ഫ്രീസ് ചെയ്താൽ നമുക്ക് 8 അല്ലെങ്കിൽ 6 ചിലപ്പോൾ കിട്ടുള്ളൂ. എംബ്രിയോ ഫ്രീസ് ചെയ്താൽ റിക്കവറി റേറ്റ് കൂടുതലാണ്. വി ഗെറ്റ് മോർ ഗുഡ് എംബ്രിയോസ്. ഇറ്റ്സ് ബെറ്റർ. ഫ്രീസിങ് അതൊന്നും കൂടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതാണ് കാരണം. എംബ്രിയോ കൂടുതൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എഗ്ഗിനേക്കാളും. That is why people store. ഞാൻ ആലോചിച്ചെന്ന് ഓക്കെ 10 years കഴിയുമ്പോൾ അതേ പാർട്ട്ണർ, അത് ഭയങ്കര ലോജിക്കലാണ്. നമ്മൾ അവരോട് ചോദിച്ച് കൗൺസിൽ ചെയ്യും. നിങ്ങൾക്ക് ഇയാളാവാം, മാറാം. മിക്കവരും കല്യാണം കഴിച്ചവരായിരിക്കില്ല, ചിലർ ഡോണർ ഡിസൈഡ് ചെയ്യും. ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. കാരണം കരിയർ ഓറിയന്റേഷൻ ടുവേർഡ്സ് ഇപ്പോൾ ലേഡീസ് പോകുമ്പോൾ they may not know who the partner is going to be 10 years down the line, right? So കറക്റ്റ് ആണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എഗ് ഫ്രീസിങ് ചെയ്യുന്നുണ്ട്. അതിന് എംബ്രിയോ ഫ്രീസിങ് ഇസ് മോർ ഓഫ് എ ടെക്നിക്കൽ റീസൺ. കാരണം അവർക്കിപ്പോൾ ഞാൻ പറയട്ടെ, ലോജിക്കലി ആലോചിച്ച് നോക്കിയേ, 1 മാസം ശമ്പളം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം ശമ്പളം ഉണ്ടെങ്കിൽ ഒരു IVF ചെയ്യാം. അപ്പോൾ അവർക്ക് എത്രയോ മാസം വർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അവർ നോക്കുമ്പോൾ 1-2 മാസം ശമ്പളം എടുത്ത് വെച്ചിട്ട് IVF ചെയ്ത് എഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ അവർക്ക് വർക്ക് ചെയ്യാം, പഠിക്കാം, കരിയർ ബിൽഡ് ചെയ്യാം, എന്നിട്ട് പിന്നീടാവാം. കുറേ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നതിന് ഒരുപാട് മൾട്ടിപ്പിൾ റീസൺ ഉണ്ട്. നമുക്കതൊരു എപ്പിസോഡ് മൊത്തം എടുക്കാം. ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എഗ്ഗ് ഓവറിയിൽ വലുതായി വരുന്നത് സ്കാൻ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓവുലേഷന് ഗുളിക കൊടുത്താൽ നമ്മളത് 10th day, 12th day, 14th day ഒക്കെ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യും ഇത് വലുതാവുന്നുണ്ടോ എന്ന്. അതിനാണ് നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് ഫോളിക്കിൾ. ഈ ഗ്രോ ചെയ്യുന്ന എഗ്ഗ് ഒരു ഫ്ലൂയിഡിലാണ് വളരുന്നത്. അതിങ്ങനെ
വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ സൈസ് ആകുമ്പോൾ അത് ഏകദേശം റപ്ചർ ആവും നമുക്കറിയാം. സോ ദാറ്റ്സ് വൈ വി ആർ ചെക്കിങ് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണോ ഈ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നത്? അതെ അതെ, IVF ചെയ്യുന്നതും അതനുസരിച്ചാണ്. ഇത് 18 to 20 ആകുമ്പോൾ നമ്മൾ അവർക്ക് ഫൈനൽ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് എഗ് പിക്കപ്പ് ചെയ്യും. ആ എഗ് പിക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ അനസ്തീഷ്യയിൽ അല്ലെങ്കിൽ സെഡേഷനിൽ ചെയ്യും. സ്കാൻ മെഷീൻ വഴി ബ്ലഡ് എടുക്കുന്ന പോലെ ഇത് വലിച്ചെടുക്കും, ഫ്ലൂയിഡ് വലിച്ചെടുക്കുമ്പോൾ അതിൽ എഗ് ഉണ്ടാവും. അതേപോലെ ഇതിന് ഇൻഫെർട്ടിലിറ്റിക്ക് മെഡിസിൻസ് ആണോ ബെറ്റർ അതോ ഇഞ്ചെക്ഷൻസ് ആണോ ബെറ്റർ? മെഡിസിൻസ് എടുത്തിട്ട് നമ്മളിപ്പോൾ നാച്ചുറൽ അല്ലെങ്കിൽ IUI ഒക്കെ ചെയ്യുകയാണെങ്കിൽ സക്സസ് ഒരു 10 to 15% ആണെങ്കിൽ മെഡിസിനും ഇഞ്ചെക്ഷനും രണ്ട് ആഡ് ചെയ്താൽ ഒരു 25% ആയിട്ട് കൂടും. അപ്പോൾ സക്സസ് ഹൈ ആണ്, പക്ഷെ കോസ്റ്റ് കുറച്ച് കൂടും. ആൻഡ് അഗെയിൻ നമ്മൾ ഒരുപാട് ഇഞ്ചെക്ഷൻ കൊടുത്താൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെ റിസ്ക് ഹൈ, അതായത് ട്വിൻസ്, ട്രിപ്ലറ്റ്സ്. അപ്പം നമ്മൾ പരമാവധി ഒരുപാട് കൊടുക്കാതെ നോക്കും, കാരണം സിംഗിൾ പ്രഗ്നൻസിയാണ് കൂടുതൽ ഹെൽത്തി. അപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ നോക്കും. റിസൾട്ട് കിട്ടുകയും വേണം, പക്ഷേ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനും പാടില്ല. മൾട്ടിപ്പിൾ എപ്പോഴും കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വജൈനസ്മസും ഇൻഫെർട്ടിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദനയാണ് വെജാനസ്മസ്. അപ്പോൾ അവർ ബന്ധപ്പെടില്ല. ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഡയറക്റ്റ് സക്സസ് റേറ്റ് ഓഫ് IUI എത്രയാ? IUI മരുന്ന് കഴിച്ചിട്ടുള്ള IUIക്ക് 10 to 15% ആണ് ഓൺ ആൻ ആവറേജ്. പ്രായമായ കപ്പിളിനായാലും കുറവായിരിക്കും. മരുന്നും ഇഞ്ചെക്ഷൻ എടുക്കുവാണെങ്കിൽ അറൌണ്ട് 25%. അഗെയിൻ കപ്പിൾ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എന്ത് ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്? അപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് നമ്മൾ ഈ ബ്രെയിനിന്ന് LHFSH എന്ന് പറയുന്ന 2 ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ആവുന്ന ബ്ലഡ് വഴി ഓവറിയിൽ ആക്ട് ചെയ്താണ് ഈ ഫോളിക്കുലർ ഗ്രോത്ത് ഉണ്ടാവണം, LHFSH. അതേ സാധനം തന്നെ ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കണം. സ്ട്രെസ് വന്നാൽ റിലീസ് ആവാത്ത സാധനം പരീക്ഷയുടെ സമയത്ത്. അതേപോലെ ഈ ടൈമിംഗ് ചെയ്തിട്ട് ഇന്റർകോഴ്സ് ചെയ്താൽ ഫെർട്ടിലിറ്റി കൂടാനോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലുണ്ടോ? അതായത് ഓവുലേഷന്റെ ടൈം എടുത്തിട്ട് ചെയ്താൽ? ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എന്താണെന്നറിയോ, നമ്മൾ പണ്ടത്തെ ഒരു മെത്തേഡ് എപ്പോഴും ഈ ടൈം നോക്കിയിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അതിനകത്ത് സ്ട്രെസ് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആക്ച്വലി കുറേണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ബന്ധപ്പെടാത്ത ആൾക്കാർ മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ, അത്ര കുറവാണെങ്കിൽ അവർ ആ ടൈമിൽ ട്രൈ ചെയ്താൽ തെറ്റില്ല. പക്ഷേ റെഗുലർലി 2-3 ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉള്ള ആളുകൾക്ക് ടൈം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരടുത്ത് ഏറ്റവും നല്ലത് പ്രഷർ കൊടുക്കാതെ യു ജസ്റ്റ് ഹാവ് നാച്ചുറലി വീക്ക്ലി 2-3 days ഓൾറെഡി ഉണ്ടെങ്കിൽ അത് മതി, ടൈം ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് കവറായിപ്പോവും ഓവുലേഷൻ്റെ ഇത്. കാരണം ഈ എഗ്ഗും സ്പേമും ഒക്കെ അതിനകത്ത് ലൈവായിട്ട് കുറേ ഇരിക്കും. ഒരു 48 hours ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. 48 hours ഈവൻ അപ് ടു 72, ബട്ട് നമ്മൾ മാക്സിമം ചാൻസിന് വേണ്ടിയിട്ട് 48 hours. അപ്പോൾ പ്രഷർ കൊടുക്കാതിരിക്കണേ നല്ലത്. ബട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പം ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഇഫ് ദേ ഹാവ് ഇൻറ്റർകോഴ്സ് ആൻഡ് ഇഫ് ദേ ഹാവ് ഓർഗാസം ഉണ്ടാവുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ പേഷ്യൻറ്റിന് പ്രത്യേകം സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കും. പലപ്പോഴും ഞാൻ എക്സ്ട്രാ മെഡിസിനും കൊടുക്കും അവർക്ക് ഓർഗാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ മരുന്നുകളുണ്ട്. അപ്പം അതിന് മരുന്നുകളുണ്ട്. എല്ലാ സീക്രട്ടും പറഞ്ഞുതരാൻ പറ്റില്ല. നേരത്തെ പക്ഷെ ഒരു സീക്രട്ട് പറഞ്ഞാൽ ഓർഗാസം ഉണ്ടായാലും പ്രഗ്നൻസിക്കുള്ള ചാൻസ് കൂടും. അത് സീക്രട്ട് അല്ല, നമുക്കറിയില്ലായിരുന്നു. ICSI എന്ന് പറഞ്ഞാൽ എന്താ? ICSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IVF എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്ത് ഫെർട്ടിലൈസേഷൻ, അതായത് എഗ്ഗ് പുറത്തെടുക്കുന്നു, സ്പേം പുറത്തെടുക്കുന്നു, നമ്മൾ ലാബിൽ വെച്ച് യോജിപ്പിക്കുന്നു. അപ്പം ലാബിലെ ഡിഷിൽ നമ്മളിങ്ങനെ എഗ്ഗ് ഇങ്ങനെ എംബ്രിയോളജിസ്റ്റ് തിരിഞ്ഞു വയ്ക്കും. എന്നിട്ട് ഓരോ എഗ്ഗിലേക്കും പ്രിപ്പയർ ചെയ്ത സാമ്പിൾ സ്പേംസ്, ഹെൽത്തി സ്പേംസ് എടുത്ത് 1 lakh സ്പേം മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കും. അപ്പം അതിനകത്ത് ഇരുന്നത് തന്നെ ഫെർട്ടിലൈസ് ആവും. നമ്മൾ 2-3 ദിവസം ഇങ്ങനെ നോക്കും എങ്ങനെയുണ്ട്, ഗ്രോ ഉണ്ട്, നല്ലത് നോക്കി തിരിച്ച് യൂട്രസിൽ വെക്കും, എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പം തീരെ സ്പേം കുറവുള്ളവർ, മോട്ടിലിറ്റി കുറവുള്ളവർ, അവർക്ക് നമ്മൾ ഒരു എഗ്ഗ് എടുത്തിട്ട് മൈക്രോ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞൊരു വലിയ മെഷീനുണ്ട്. ഒരു സ്പേം എടുത്തിട്ട് ഈ എഗ്ഗിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യും. നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുക ഫോഴ്സിബിളി. അങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ എംബ്രിയോ ആയി. അത് ഹെൽത്തി ആണെങ്കിൽ അത് വളരും. അപ്പോൾ ജനറലി മെയിൽ ഫാക്ടർ ഉള്ളവർ അല്ലെങ്കിൽ ഏജ് ഉള്ളവർ, കുറേ വർഷമായവർ, അല്ലെങ്കിൽ മനസ്സിലായില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ട്, ഇത് എംബ്രിയോ കിട്ടാൻ മറ്റേതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ICSI ചെയ്യും. പേഷ്യൻറ്റിനെ സംബന്ധിച്ച് IVF ICSIയിലും പ്രൊസീജിയറിന് ഡിഫറൻസ് ഇല്ല. കോസ്റ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ലാബിനകത്താണ് ഈ ഡിഫറൻസ് നടക്കുന്നത് ഫെർട്ടിലൈസേഷനിൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ സ്പേംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ അപ്പോൾ ഇതിൽ നടക്കുന്നില്ല, ലാബിൽ നടക്കുന്നില്ല. കറക്റ്റാണ്.
കറക്റ്റാണ്. IVF-ൽ 1 lakh ഇടുന്നുണ്ട്, ICSI-ൽ എംബ്രിയോളജിസ്റ്റാണ് ചൂസ് ചെയ്യണേ. പക്ഷെ അതിനാണ് ഈ മൈക്രോ മാനിപ്പുലേറ്റർ മെഷീൻ. കാരണം ഈ പ്രിപ്പയർ ചെയ്ത സാമ്പിൾ അവർക്ക് സ്ക്രീനിൽ ഇങ്ങനെ വലുതായിട്ട് കാണാം. അപ്പം ഈ ചിലവർക്ക് ഇങ്ങനെ ഒത്തിരി അബ്നോർമൽ സ്പേംസ് ഉള്ളവരുണ്ടാവും. അതിനകത്ത് നോർമൽ ഹെൽത്തി ലുക്കിംഗ് നോക്കി ഇവർ ചൂസ് ചെയ്യും. അപ്പം അതിന് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ആകെ 1-2 ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പം പിന്നെ അത് ഫെർട്ടിലൈസ് ആവില്ല, വെറുതെ ഇട്ട് വെച്ചാൽ. അപ്പം അത് എടുത്ത് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ 0 സ്പേം ഉള്ളവരുണ്ട്, അസൂസ്പേമിയ. അവർക്ക് നമ്മൾ ടെസ്റ്റിക്കുലർ ആസ്പിറേഷൻ ചെയ്ത് അകത്തുനിന്ന് സ്പേം എടുക്കുകയാണെങ്കിൽ അതും നമ്മൾ കുത്തിവെച്ചാലേ അത് ഫെർട്ടിലൈസ് ആവുള്ളൂ. അപ്പൊ ബേസിക്കലി ICSI ചെയ്ത് കഴിഞ്ഞാൽ എംബ്രിയോ അപ് ടു ദ എംബ്രിയോ ലെവൽ സക്സസ് ഈസ് 100%. ഐ മീൻ ഓൾമോസ്റ്റ് ഫെർട്ടിലൈസ് ആവും. പക്ഷെ അത് നല്ല അല്ലെങ്കിൽ അത് മറ്റേ 2nd, 3rd ചിലപ്പോൾ വളരില്ല. ചിലപ്പോൾ നമ്മൾ ഗ്രേഡിങ് ഉണ്ട്, grade 1, grade 2, grade 3 എന്ന് ഗ്രേഡ് ചെയ്യുമ്പം grade 1 ആണെങ്കിൽ നല്ല എംബ്രിയോ, 2 ആണെങ്കിൽ ഓക്കെ. ചിലപ്പോൾ അത് grade 1 ആവും കുറച്ച് ദിവസം കഴിഞ്ഞ്. അപ്പം നമ്മൾ grade 1 ഉം 2 ട്രാൻസ്ഫർ ചെയ്യും, 3rd വാച്ച് ചെയ്യും. അപ് ടു day 5 വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എംബ്രിയോസ്. അപ്പോൾ ജനറലി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എംബ്രിയോ? നമ്മൾ 2nd day വെക്കും, 3rd day വെക്കും, 4th day വെക്കും, 5th day വെക്കും. മാക്സിമം നമ്മൾ അതാ നല്ല നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ day 5 വരെ കൊണ്ടുപോകും. അപ്പം നമ്പർ കുറഞ്ഞു വരും. കാരണം എല്ലാ ഗുഡ് ലുക്കിംഗ് എംബ്രിയോ നല്ലതാവണമെന്നില്ല ജനറ്റിക്കലി. അതാണ് വേറൊരു പ്രശ്നം. അതും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ക്ലിയർ നോക്കാനെങ്കിൽ. പക്ഷെ അതിന് ഇത്തിരി എക്സ്ട്രാ കോസ്റ്റും ഇച്ചിരി എക്സ്ട്രാ ഫ്രീസിങ് എക്സ്ട്രാ ടൈമും എടുക്കും. ഉണ്ട്, അവൈലബിളാ. ബട്ട് ഈവൻ ദെൻ നമ്മൾ വെച്ചാലും 100% അല്ല സക്സസ് അല്ല. അപ്പോൾ ഈ ഡോണർ ഒക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഡോണർ എഗ് ചൂസ് ചെയ്യുന്നത് യൂഷ്വലി ഇപ്പം ART ബാങ്ക്സ് വഴി നമുക്ക് ഡോണർ തരുമ്പോൾ ഇവരുടെ പ്രൊഫൈലും പേഷ്യൻ്റെ പ്രൊഫൈലും മാച്ച് ചെയ്യും. എന്നിട്ട് അവർ ഹെൽത്തി ആണോ എന്ന് ബ്ലഡ് സ്ക്രീനിങ് ഉണ്ട്, അവരുടെ സൈക്കോളജിക്കൽ അനാലിസിസ് ഉണ്ട്, അവർക്ക് സ്കാനുകളുണ്ട്, STD സ്ക്രീനിങ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഹെൽത്തി ആണ്, പക്ക പെർഫെക്റ്റ് ആണ് മാച്ചെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് എഗ് പിക്കപ്പ് ചെയ്യും. എന്നിട്ട് യൂഷ്വലി ഇവർക്ക് ഹസ്ബൻഡിൻ്റെ സാമ്പിളാണ് വേണ്ടെങ്കിൽ ആ എഗ്ഗിലേക്ക് ഫാദർ. അപ്പോൾ ഇവർക്ക് ഒരു 50% ഓണായിരിക്കും. മനസ്സിലായില്ലേ? സ്പേം ഭർത്താവിൻ്റെ അങ്ങനെ ആയിരിക്കും. ഡോണർ എഗ് അങ്ങനെയാണ് യൂഷ്വലി.